ലേണിംഗ് SL ആണ്. എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. എക്സാം ഇതാ മക്കളെ നമ്മൾ വളരെ അടുത്തെത്തി നിൽക്കുകയാണ്. മക്കളെല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മളെ ചാനലിലൊക്കെ ഒരുപാട് പേര് ക്ലാസ്സുകൾ കാണുന്നു, നല്ല കമന്റുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിനൊക്കെ ഒരുപാട് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാം, ഏകൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ടേ ഉള്ളൂ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന് തുടങ്ങിയിട്ട്. പക്ഷേ ഈ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് നല്ല ക്ലാസ്സുകൾ തരാനും നിങ്ങളെപ്പോലെയുള്ള അടിപൊളിയായിട്ടുള്ള മക്കളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല ക്ലാസ്സുകൾ തരാനും ഒക്കെ സാധിച്ചു. നമ്മുടെ ചാനലൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് നന്ദി നമ്മൾ അറിയിക്കുകയാണ്. കാരണം നിങ്ങളാണ് ഈ ചാനലിനെ ഇങ്ങനെ വ്യൂ ചെയ്ത് മറ്റൊക്കെ കൊണ്ടുവരുന്നത്. നല്ല ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ സ്വീകരിക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് +1 ഫിസിക്സിലെ ന്യൂമറിക്കൽസ് പ്രോബ്ലംസ് എങ്ങനെയൊക്കെയാണ് എക്സാമിന് സാറേ വരിക എന്ന് ചോദിച്ചിരുന്നു. ഒരുപാട് പേര് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒക്കെ താഴെയായിട്ട് കമന്റ് ചെയ്തിരുന്നു, ന്യൂമറിക്കൽസ് വേണം, പ്രോബ്ലംസ് വേണമെന്ന്. യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിമാൻഡ് എന്താണോ അതിന്റെ കൂടെ നിൽക്കാൻ ഏകൺ ഫുൾ ടീം എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. സോ നമ്മൾ ഇന്ന് ന്യൂമറിക്കൽസ് ചെയ്യാം. പ്രോബ്ലംസ് ആണ്, ഇക്വേഷൻസ് ഒക്കെ കുറേയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ പ്രോബ്ലം ആയിട്ട് വന്നാൽ ചെയ്യേണ്ടത്. പലപ്പോഴും 2 മാർക്കിനും 3 മാർക്കിനൊക്കെയാണ് പ്രോബ്ലംസ് വരാറ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നോക്കിപ്പോയില്ലെങ്കിൽ അത് തെറ്റിപ്പോവാനും മാർക്ക് കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ പൊതുവെ അറിയാലോ, മാത്സ് പ്രോബ്ലം എന്ന് പറയുമ്പോഴേ കുട്ടികൾക്ക് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെയാണ്. പക്ഷേ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പരമാവധി എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തുകൊണ്ട് തന്നെ പോകാൻ ശ്രമിക്കുകയാണ്. സോ നിങ്ങൾ ഇതുവരെ തന്നതുപോലെ തന്നെ ഈ വീഡിയോക്ക് നിങ്ങൾ നല്ല സപ്പോർട്ട് തരിക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ചാനലിലേക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരട്ടെ. നിങ്ങൾക്ക് ഇനി +1 കഴിഞ്ഞാൽ അടുത്ത വർഷം +2 നമുക്ക് തുടക്കം മുതലേ അടിപൊളി ക്ലാസ്സുകളായിട്ട് നമ്മൾ ഉണ്ടാവും. നിങ്ങൾ ആദ്യം മുതലേ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് തുടങ്ങിയാൽ +2 എക്സാമിനൊക്കെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാനൊക്കെ സാധിക്കും. സോ വൺസ് അഗെയിൻ വെൽക്കം ഓൾ ഓഫ് യു. SL യെസ്, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് പ്രോബ്ലം. എ കാർ കവേഴ്സ് first half of the distance between two places at a speed of 40 km/h and the second half at 60 km/h. അപ്പോൾ ഒരു കാറ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ആ മൂവ്മെന്റിന്റെ പകുതി ദൂരം, അതാണ് ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. ആദ്യത്തെ പകുതി ദൂരം അത് പോയ ഒരു വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ് v1, that is equal to 40 km/h. രണ്ടാമത്തെ പകുതി, കാർ 2 സ്പീഡിലാണ് പോകുന്നത്. രണ്ടാമത്തെ പകുതി പോകുന്നു വിത്ത് എ സ്പീഡ് ഓഫ് 60 km/h. കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ്. ഇതിൽ പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ 2 വാല്യൂ കാണുമ്പോൾ പലരും വിചാരിക്കുക ഇത് 40, ഇത് 60. തെറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ആവറേജ് അല്ലേ സാറേ കാണേണ്ടത്? ഞങ്ങൾക്ക് അറിയാലോ, 40 + 60 / 2 എന്ന് ചെയ്താൽ പോരെ. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ മാത്തമാറ്റിക്കൽ ആവറേജ് കാണാറുള്ളത്. ബട്ട് മക്കളെ, ആവറേജ് വെലോസിറ്റി കാണാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. 2 ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടത് വി ആവറേജ് എന്ന് പറയുന്നത് 2v1 v2 / v1 + v2 എന്നായിരിക്കും. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കാം. 2 ഈക്വൽ ഡിസ്റ്റൻസ് തന്നാൽ ഓക്കെ. സോ 2 × 40 × 60 / 40 + 60 ഇതാണ് ഇക്വേഷൻ. ഓക്കെ. സോ 2 × 40 × 60 ചെയ്യുമ്പം 6 × 4 24, പിന്നെ 2 0 ഉണ്ട്, / 40 + 60 100 എന്ന് വരും അല്ലേ, 100. അപ്പോൾ ഈ 2 zeros നമുക്ക് കട്ട് ചെയ്യാം. 2 × 24 48 km/h. നമുക്കിവിടെ വെലോസിറ്റി മാത്രമേ മുകളിലും താഴെയും ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ km/h കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ടൈമും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നെങ്കിൽ നമ്മൾ യൂണിറ്റിനെ SI യൂണിറ്റിലേക്ക് കൊണ്ടുവരണം. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോൾ ഈസ് ത്രോൺ ഹൊറിസോണ്ടലി. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓരോ വേർഡുകളും ശ്രദ്ധിക്കണം. സോ ഒരു ബോൾ ഹൊറിസോണ്ടലായിട്ട് ത്രോ ചെയ്യുന്നു ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഓക്കെ, അപ്പോൾ ഇതൊരു ടവറിൻ്റെ ടോപ്പാണ്. ഇതൊരു ടവറാണെന്ന് വിചാരിച്ചോളൂ. ഒരു ടവറിൻ്റെ ടോപ്പിൽ നിന്നാണ് എറിയുന്നത് വിത്ത് എ വെലോസിറ്റി ഓഫ് 40 m/s. ടേക്ക് g = 10 m/s². Find the horizontal and vertical displacement after 1, 2, 3, 4, 5 seconds.
ഡിസ്പ്ലേസ്മെന്റുകളാണ് ചോദ്യം. അപ്പോൾ ഈ ബോഡി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെന്ന് പറയാം. സെക്കൻഡ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മോഷന്റെ പ്ലെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആ ചാപ്റ്ററിൽ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ എന്നൊരു കേസിലാണ് നമ്മളിത് പറയാറ്. അപ്പോൾ ഈ ബോഡി ഇങ്ങനെ മുന്നോട്ട് പോയി ഇങ്ങനെ നിലത്തേക്ക് വീഴും. ഓക്കെ, പ്രീവിയസ് എക്സാമുകൾക്ക് ചോദിച്ചതാണ് കേട്ടോ, പ്രീവിയസ് എക്സാമുകൾക്ക് ചോദിച്ചതാണ്. എല്ലാം പ്രോബ്ലം ഒന്നും ആയിരിക്കില്ല, എന്നാലും നമ്മൾ എക്സാമിന് ഒരു 10 മാർക്കിന് വരെയൊക്കെ നമ്മൾ പ്രോബ്ലം പ്രതീക്ഷിക്കണം. അപ്പോൾ ആ 10 മാർക്ക് പ്രോബ്ലം ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാത്തവർക്ക് ചിലപ്പോൾ ആ 10 മാർക്ക് നഷ്ടപ്പെടാൻ സാധാരണ നമ്മൾ അങ്ങനെയാണ് വരാറ്. ചില വർഷങ്ങളിൽ 1-2 പ്രോബ്ലം മാത്രം ചോദിച്ചിട്ടുണ്ട്, ചില വർഷങ്ങളിൽ കൂടുതൽ പ്രോബ്ലം വരാറുമുണ്ട്. എന്നാൽ മിക്കവാറും ഒരു 10 മാർക്കിൻ്റെ പ്രോബ്ലം ഒക്കെയാണ് പലപ്പോഴും 10-12 മാർക്കിൻ്റെ പ്രോബ്ലമാണ് പലപ്പോഴും കാണാറ്. അപ്പോൾ പ്രോബ്ലം ഒട്ടും നോക്കാതെ പോയി കഴിഞ്ഞാൽ ആ 10 മാർക്ക് നമുക്ക് ഒറ്റയടിക്കാൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബോഡി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഇതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. അതോടൊപ്പം ഇതിങ്ങനെ താഴോട്ടേക്കും വരുന്നുണ്ട്. അങ്ങനെ 2 മോഷൻ കൂടി വരുമ്പോഴാണ് അതിങ്ങനെ മോഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി, ഇതുപോലെ പ്രൊജക്ടൈൽ മോഷൻ പോലെ ഏത് കേസ് എടുത്താലും ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്ന സാധനം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്ന വെലോസിറ്റി 40 m/s ആണ്. ഈ 40 m/s ആ ഹൊറിസോണ്ടൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നു ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ അതിന് ആക്സിലറേഷൻ ഇല്ല. ആ വെലോസിറ്റിയുടെ വാല്യൂ ആണ് എത്രയാണ്? ആ വെലോസിറ്റിയുടെ വാല്യൂ 40 m/s. 40 m/s. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ആഫ്റ്റർ 1 സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 40 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 മീറ്റർ. ഇനി ആഫ്റ്റർ 2 സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 40 × 2 v × t ആണ്. v എല്ലായ്പ്പോഴും 40 തന്നെ, ടൈം മാത്രം മാറ്റി കൊടുക്കുക. സോ v × t 40 × 2 എന്ന് വരും. ഈ ടിയുടെ സ്ഥാനത്ത് നമുക്ക് 2 കൊടുക്കാം, ഈ ടിയുടെ സ്ഥാനത്ത് 2 കൊടുക്കാം. 2 40 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 മീറ്റർ. അപ്പോൾ നിങ്ങൾ ഇനി ആഫ്റ്റർ 3 സെക്കൻഡ് എസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ആഫ്റ്റർ 4 സെക്കൻഡ് എസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? യെസ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ v × ടിയുടെ സ്ഥാനത്ത് 40 × 1 ആദ്യം ചെയ്തു അല്ലേ, പിന്നെ 40 × 2, പിന്നെ 40 × 3, പിന്നെ 40 × 4. ഇങ്ങനെ ചെയ്താൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് കാണാമെന്ന് വെച്ചാൽ വെർട്ടിക്കൽ മോഷന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ആക്സിലറേറ്റഡ് മോഷൻ 2 മോഷനാണ് അത് കേട്ടോ മക്കളെ, അങ്ങനെ തന്നെ മനസ്സിലാക്കണേ. ഹൊറിസോണ്ടൽ മോഷൻ ആക്സിലറേഷൻ ഇല്ല, വെർട്ടിക്കൽ മോഷൻ ആക്സിലറേഷൻ ഉണ്ട്. താഴോട്ട് വീഴുമ്പോൾ അതിലെ ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ അതിനെ ബാധിക്കും. എന്നാൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനെ ജി ബാധിക്കില്ല, അത് യൂണിഫോം ആയിരിക്കും. യൂണിഫോം ആയതുകൊണ്ടാണ് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ എഴുതിയത്. എന്നാൽ ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ നമ്മൾ എഴുതുന്നത് s = ut + ½ at². അതിൽ u 0 അതുകൊണ്ട് നമ്മൾ s എടുത്തു കഴിഞ്ഞാൽ ½ gt² എന്നായിരിക്കും കിട്ടുക. സോ ആഫ്റ്റർ 1 സെക്കൻഡ് എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞോ, ആഫ്റ്റർ 1 സെക്കൻഡ് s = ½ × 10 × 1² അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ½ × 10 5 × 1² 5 മീറ്റർ. അപ്പോൾ നിങ്ങൾ പറ ആഫ്റ്റർ 2 സെക്കൻഡ് എങ്ങനെയാണ് ചെയ്യാം? ആഫ്റ്റർ 2 സെക്കൻഡ് s = ½ × 10 × 2², വീണ്ടും ½ × 10 5 × 2², 5 × 4 20 മീറ്റർ. ഇങ്ങനെ 2 സെക്കൻഡ് വരെ ഞാൻ ചെയ്തു, 3 സെക്കൻഡ് 4 സെക്കൻഡൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലിയർ? അപ്പോൾ നല്ലൊരു അടിപൊളി കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ടൈൽ മോഷൻ ആണ്, ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ ഒക്കെ പോലെ തന്നു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ വേണം ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ക്ലിയർ ആണോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The figure shows the position time graph of a body moving along a straight line. Draw the velocity time graph. അപ്പോൾ എന്താ പൊസിഷൻ ടൈം ഗ്രാഫിൽ എന്താ കാണുന്നത്? ഇവിടെ പൊസിഷൻ ഉണ്ട്, ഇവിടെ ടൈം ഉണ്ട്. ശരിയല്ലേ? ശരിയാണ്. ആദ്യത്തെ 5 സെക്കൻഡ് വരെ എന്താ സംഭവിച്ചത്? ആദ്യത്തെ 5 സെക്കൻഡ് വരെ അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പൊസിഷൻ മാറുന്നുണ്ട്, പൊസിഷൻ കൂടുന്നുണ്ട്. എന്നാൽ 5 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് വരെ എന്താ അവസ്ഥ? ഗ്രാഫിൻ്റെ ഓരോ ഭാഗവും വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. 5 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് വരെ പൊസിഷൻ ഫിക്സഡാ, എന്ന് വെച്ചാൽ ആ ബോഡി റെസ്റ്റിലാണ്. എന്നാൽ 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ എന്താ കാണുന്നത്? ആ സമയത്ത് ആ ബോഡി തിരിച്ചു വരികയാണ്. കാരണം മുന്നോട്ടേക്ക് പോയ വസ്തു തിരിച്ചു വരികയാണ്.
ഓക്കെ, അതായത് വെലോസിറ്റി നെഗറ്റീവിൽ വരിക. നമുക്കറിയാം എന്താണ് സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ്. എല്ലാവരും പറഞ്ഞോളൂ. സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ആരാ പറയാ? സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ആണ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ 5 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി കിട്ടും. 5 മുതൽ 15 വരെ സ്ലോപ്പ് കാണാൻ പറ്റില്ല, കാരണം അതിന് സ്ലോപ്പ് ഇല്ല. അതിങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന ആൾക്ക് സ്ലോപ്പ് ഉണ്ടാവില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ സ്ലോപ്പ് ഉണ്ട്, താഴോട്ട് നിൽക്കുമ്പോഴും സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പ് കാണാം, ഇവിടെ നമുക്ക് സ്ലോപ്പ് കാണാം. പക്ഷേ ഇവിടെ വളരെ ക്ലിയർ ആണ്, സ്ലോപ്പ് നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് സ്ലോപ്പാ, താഴേക്കാണ് ചരിവ്. ഇത് മേലേക്കാണ് ചരിവ്. ഇത് പോസിറ്റീവ് സ്ലോപ്പാ എന്ന് വെച്ചാൽ പോസിറ്റീവ് വെലോസിറ്റിയാ. ഇത് നെഗറ്റീവ് സ്ലോപ്പാ എന്ന് വെച്ചാൽ നെഗറ്റീവ് വെലോസിറ്റിയാണോ? പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇതൊക്കെ അറിയാതെ വരുമ്പോൾ ചെറിയ സംഗതികളാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, ഒറ്റയടിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. മക്കൾക്കെല്ലാം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളിത് കേൾക്കാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കേട്ടാൽ നിങ്ങൾക്കിത് വളരെ എളുപ്പമാണ്. സോ ആദ്യത്തെ 5 സെക്കൻഡ് 0 to 5 സെക്കൻഡ് 0 to 5 സെക്കൻഡ് നമുക്ക് ആദ്യം അതൊന്നും എടുക്കാം. 0 to 5 സെക്കൻഡ് എങ്ങനെയാണ് സ്ലോപ്പ് കാണുക? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇവിടെ 0, ഇവിടെ 10, അപ്പോൾ 10 - 0 അല്ലേ? വൈ ആക്സിസിൻ്റെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇവിടെ 5, ഇവിടെ 0, സോ 5 - 0, അതായത് 10/5 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി കിട്ടിയോ? ആ സ്ലോപ്പാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ 0 മുതൽ 5 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. 5 മുതൽ 15 സെക്കൻഡ് വരെ 5 മുതൽ 15 സെക്കൻഡ് വരെ വെലോസിറ്റി ഇല്ല, സ്ലോപ്പ് ഇല്ല. സ്ലോപ്പ് 0, സ്ലോപ്പ് 0 എന്ന് വെച്ചാൽ വെലോസിറ്റി 0. ഓക്കെ, ഇനി 15 മുതൽ 20 വരെയോ നെഗറ്റീവ് സ്ലോപ്പാണ്. 15 മുതൽ 20 വരെ 15 സെക്കൻഡ് ടു 20 സെക്കൻഡ് 15 സെക്കൻഡ് ടു 20 സെക്കൻഡ് 15 സെക്കൻഡ് ടു 20 സെക്കൻഡ്. വീണ്ടും നമുക്ക് സ്ലോപ്പ് കാണാം. സ്ലോപ്പ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ ആക്സിസ് എന്താ വന്നത്? വൈ ആക്സിസ് 10ൽ നിന്ന് 0ലേക്ക് തിരിച്ചു വരാം. സോ നമുക്ക് അവിടെ എഴുതാം 0 - 10 ബൈ സമയം എത്രയാ? 20ഉം 15ഉം. സോ 20 - 15. അപ്പോൾ എത്ര കിട്ടി? -10 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എത്ര കിട്ടും? -2 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ? അപ്പോൾ നേരത്തെ കിട്ടിയത് 2 മീറ്റർ പെർ സെക്കൻഡ്, ഇപ്പോൾ കിട്ടുന്നത് -2 മീറ്റർ പെർ സെക്കൻഡ്. അതുപയോഗിച്ച് എന്ത് ചെയ്യണം? ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ വെലോസിറ്റി നമ്മൾ അറിയണം. വെലോസിറ്റി അറിഞ്ഞാലേ അത് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് തന്നതിൽ എക്സ് ടി ഗ്രാഫാണ് ഉള്ളത്. അപ്പോൾ എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഉപയോഗിച്ച് വെലോസിറ്റി കാണണം. അപ്പോൾ വെലോസിറ്റി മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഓക്കെ, എക്സ് ആക്സിസിൽ ടൈം കാണിക്കുക, വൈ ആക്സിസിൽ വെലോസിറ്റി കാണിക്കുക. എന്നാലല്ലേ വെലോസിറ്റി ടൈം ഗ്രാഫ് ആവുള്ളൂ. ഓക്കെ, വെലോസിറ്റി ടൈം. ഓക്കെ, ആദ്യത്തെ വെലോസിറ്റി നമുക്ക് നെഗറ്റീവിലേക്കും കൊടുക്കണം, കാരണം മൈനസും ഉണ്ടല്ലോ അല്ലേ? നമുക്ക് മൈനസും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് താഴേക്കും കൂടെ കൊടുക്കാം. ഈ ഗ്രാഫ് നമുക്ക് താഴോട്ടും വരയ്ക്കാം, താഴോട്ടും കൂടെ കാണിക്കാം കേട്ടോ. ഓക്കെ, വെലോസിറ്റി ആദ്യം 0 മുതൽ 5 സെക്കൻഡ് വരെ 0 മുതൽ 5 സെക്കൻഡ് വരെ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നു 2 മീറ്റർ പെർ സെക്കൻഡ്. 5 മുതൽ 15 സെക്കൻഡ് വരെ വെലോസിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ ആ ഗ്രാഫ് ഇവിടെ ഉണ്ടാവും, ഇവിടെയാണ് ആ ഗ്രാഫ് ഉണ്ടാവുക കേട്ടോ. അടുത്ത് 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ -2 ആണ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് -2 ഗ്രാഫ് വരും. ഇത് വേണേൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇങ്ങനെ കാണിക്കാം. ഡോട്ടഡ് ലൈൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടടാ? യെസ്, ഇതാണ് വെലോസിറ്റി ടൈം. മക്കളുടെ അടിപൊളി ക്വസ്റ്റൻ ആണ്. എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ അന്തം വിട്ടിരിക്കരുത്, സിമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു കേട്ടോ. പിന്നെന്താ? ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 20 സെക്കൻഡ്. എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഡിസ്പ്ലേസ്മെന്റ് കാണുക? യെസ്, അടുത്തൊരു പോയിന്റ് ആണ് മക്കൾ പഠിച്ചു വെക്കണം. ഏരിയ ഓഫ് വി ടി ഗ്രാഫ് എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഏരിയ കണ്ടുപിടിക്കണം. ഈ ആദ്യത്തെ ഏരിയ കാണുമ്പോൾ ഏരിയ 1ഉം ഏരിയ 2 ഉണ്ട് അല്ലേ? മുകളിലേക്കുള്ള ഏരിയ കാണുമ്പോൾ ഇത് 5 × 2 വരും, 5 × 2 പ്ലസ് താഴത്തേക്കുള്ള ഏരിയ എടുക്കുമ്പം 5 × -2 വരും, 5 × -2 അല്ലേ? ഇത് ഈ വാല്യൂ 5, ഈ വാല്യൂ 2, അങ്ങനെയാണ് 5 × 2 അല്ലേ? ഒരു റെക്റ്റാങ്കിൾ പോലെയാണല്ലോ അല്ലേ? 5 × 2 5 × 2. ഇത് എടുക്കുമ്പോഴോ 15 മുതൽ 20 വരെ അതും 5 ആണ്. 15 മുതൽ 20 വരെ 5, ഇത് -2. സോ 5 × -2. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 0 എന്നായി പോവില്ലേ? സോ ഡിസ്പ്ലേസ്മെന്റ് 0. അതായത് ബോഡി ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി തിരിച്ച് അവിടെ തന്നെ വന്നു, തിരിച്ച് അതേ പോയിന്റിൽ വന്നു. അതുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് 0 ആയിപ്പോയത്. മക്കളെ, ആ പ്രോബ്ലം ക്ലിയർ ആണോ? അടുത്ത പ്രോബ്ലം.
എ കാർ ഈസ് മൂവിങ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളാണ്, ഒരു സർക്കിൾ, അതിൻ്റെ സർക്കംഫറൻസിലൂടെ ഒരു കാർ മൂവ് ചെയ്യാണ്. ഒരു കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്നു കേട്ടോ, ഒരു കാർ ഇങ്ങനെ പോവാണ്. ഇതിൻ്റെ റേഡിയസ് ആർ ആണ് എന്ന് പറയുന്നുണ്ട്. റെഡി? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 റെവല്യൂഷൻ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയി ഇവിടെ തന്നെ വന്നാൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ്, അതായത് 2πr. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടി. ഡിസ്റ്റൻസ് നമ്മൾ എസ് എന്ന് കൊടുക്കണ്ട കേട്ടോ, ഡിസ്റ്റൻസ് എന്ന് തന്നെ എഴുതാം, കാരണം എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിപ്പോകും അല്ലേ. സോ ഡിസ്റ്റൻസ് എന്ന് തന്നെ ഞാൻ എഴുതാം കേട്ടോ. ഡിസ്റ്റൻസ് ഈക്വൽ ടു 2πr. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 റെവല്യൂഷൻ? ഇവിടുന്ന് തുടങ്ങി ഇവിടെ തന്നെ തിരിച്ചു വന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0. കാരണം തുടങ്ങിയ പോയിന്റും അവസാനിച്ച പോയിന്റും സെയിം പോയിന്റ് ആണ്. അപ്പോൾ എന്തുണ്ടാവില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. മക്കളെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടിപൊളി പ്രോബ്ലം അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A car travels from A to B at 60 km/h and returns to A at 90 km/h. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു കാറ് പോയി, ഇങ്ങോട്ടേക്ക് പോയ സ്പീഡാണ് 60 km/h. ക്ലിയർ ആണല്ലോ? റെഡി? എന്നിട്ട് അത് എയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങോട്ട് പോയ കാറ് തിരിച്ച് എയിലേക്ക് തന്നെ വരുന്നു. വിത്ത് സ്പീഡ് എത്രയാ? അത് തിരിച്ചു വരുന്ന സ്പീഡാണ് 90 km/h. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ദെൻ ബിയിൽ നിന്ന് എയിലേക്ക് തന്നെ തിരിച്ചു വന്നു. വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ തുടങ്ങിയത് ഇവിടുന്നല്ലേ, അവസാനിച്ചതും ഇവിടെ തന്നെയല്ലേ. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ബൈ, ഇനിയിപ്പോൾ ടൈം എന്തായിട്ടും കാര്യമില്ല, ഈ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. സോ ആവറേജ് വെലോസിറ്റി 0. എന്നാൽ ആവറേജ് സ്പീഡോ? ആവറേജ് സ്പീഡ് കാണാൻ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എടുത്ത് ഓർമ്മയുണ്ടല്ലോ, അതായത് ഇതിപ്പോൾ അങ്ങോട്ട് പോയ ദൂരവും ഇങ്ങോട്ട് വന്ന ദൂരവും സെയിം അല്ലേ. രണ്ട് ദൂരവും സെയിം ആണെങ്കിൽ 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2 നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അല്ലേ. ഒരു പകുതി ദൂരം പിന്നെ ഒരു പകുതി ദൂരം എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ. ആ പകുതി ദൂരം മുന്നോട്ട് തന്നെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും രണ്ടും സെയിമാ. ഇവിടെ ഇപ്പോൾ ആവറേജ് വെലോസിറ്റി തിരിച്ച് വന്നതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0 അതുകൊണ്ട് ആവറേജ് വെലോസിറ്റിയും 0 അതേസമയം ആവറേജ് സ്പീഡ് നമ്മളിങ്ങനെ കാണുന്നു. സോ 2 × 60 × 90 ഡിവൈഡഡ് ബൈ 60 + 90. ഓക്കെ, അപ്പോൾ എത്ര വരും? 2 × 9 6 54 അല്ലേ, 2 0 ഉണ്ട്, ബൈ 90 + 60 എന്ന് പറഞ്ഞാൽ 150. സോ ഇത് രണ്ടും നിങ്ങൾ ക്യാൻസൽ ചെയ്യാം. 2 × 54 ഡിവൈഡ് ബൈ 15 ചെയ്ത് നോക്കാം കേട്ടോ. കാൽക്കുലേഷൻ നിങ്ങൾക്കും കൂടി ഞാൻ വിടുകയാണ്. കാൽക്കുലേഷൻ ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല, കാരണം ഇതൊക്കെ വളരെ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. 2 × 54 എന്ന് പറയുമ്പോൾ 108 അല്ലേ. നിങ്ങൾ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. 108/15 ചെയ്ത് നോക്കാം മക്കളെ കേട്ടോ. 108/15 എത്ര ഉണ്ട് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക, ആ കിട്ടുന്നതായിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Displacement of an object is proportional to t cube. So S proportional to t cube. Show that its acceleration is increasing with time. ഇത്തരം പ്രോബ്ലം നമ്മൾ ചെയ്യുക ഡിഫറൻഷിയേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് അല്ലേ. മക്കൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. എസ് പ്രപ്പോർഷണൽ ടു ടി ക്യൂബ് അല്ലെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ടി ക്യൂബ് അല്ലേ. പ്രപ്പോർഷണൽ മാറ്റി നമുക്ക് കോൺസ്റ്റന്റ് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്താ? വെലോസിറ്റി എന്ന് പറയുന്നത് ds/dt അല്ലേ. ആ ഡിസ്പ്ലേസ്മെന്റിന്റെ അല്ലെങ്കിൽ പൊസിഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി. സോ ദിസ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് എസ് എന്ന് പറഞ്ഞാൽ KT³ അല്ലേ. KT³ ഡെറിവേറ്റീവ് എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു K കോൺസ്റ്റന്റ് ആണ്. T³ ഡെറിവേറ്റീവ് എത്രയാ? 3t⁻² അല്ലേ. അങ്ങനെ ചെയ്യാൻ പഠിച്ചിട്ടില്ലടാ. അപ്പോൾ വെലോസിറ്റി കിട്ടി. ഈ ഡെറിവേറ്റീവിൻ്റെ ഒരു ജനറൽ ഫോം ഞാൻ ഇവിടെ എഴുതുകയാണ്. ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ ആയിരുന്നു d/dt ഓഫ് t⁻n എന്ന് പറഞ്ഞാൽ n⁻n-1 ആണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ത് പവർ വന്നോ ആ പവർ, അതാണ് t⁻n. ഇവിടെ കാണുന്ന t⁻3. അപ്പോൾ ആ പവർ നമ്മൾ ആദ്യം എഴുതുക, പിന്നെ ടി എഴുതുക, ആ പവറിൽ നിന്നും 1 കുറയ്ക്കുക. അപ്പോൾ ഈ പവർ 3 ആദ്യം എഴുതി, പിന്നെ ടി എഴുതി, പവറിൽ നിന്നും 1 കുറച്ചപ്പോൾ 3 നിന്ന് കുറച്ചപ്പോൾ 2 എന്ന് കിട്ടി. അങ്ങനെയാണ് വെലോസിറ്റി കിട്ടിയത്. ഇനി ആക്സിലറേഷൻ എങ്ങനെയാണ് കാണുക? നൗ ആക്സിലറേഷൻ, therefore ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. d/dt ഓഫ് v എന്ന് പറയുമ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ട് d/dt ഓഫ്
കെ ഇൻറ്റു 3t². അപ്പോൾ കെയും 3യും കോൺസ്റ്റന്റ്. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക? 2t. യെസ്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് സോ 6kt എന്ന് കിട്ടും ആക്സിലറേഷൻ. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താ? ടൈം കൂടിയാൽ ആക്സിലറേഷനും കൂടും. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ആക്സിലറേഷൻ ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം. കണ്ടോ? അപ്പോൾ ടൈമിൻ്റെ ഒരു ഫംഗ്ഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് ആ ഇക്വേഷൻ പ്രകാരം ടൈമിന് നമ്മൾ 1 സെക്കൻഡ് എന്ന് കൊടുക്കുന്നു, 2 സെക്കൻഡ് കൊടുക്കുന്നു, 3 സെക്കൻഡ് കൊടുക്കുന്നു. എല്ലായ്പ്പോഴും ഒരേ ആക്സിലറേഷൻ ആയിരിക്കില്ല. ടൈം കൂടുമ്പോൾ ആക്സിലറേഷനും കൂടും. മക്കളെ, നല്ല പ്രോബ്ലം അല്ലേ? വെറൈറ്റി ക്വസ്റ്റ്യൻ അല്ലേ? എക്സാമിന് ചോദിക്കുകയാടാ, ശ്രദ്ധിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. A car traveling at a speed of 54 km/h is brought to rest in 90 seconds. Find the distance traveled. അപ്പോൾ ആ കാറിൻ്റെ ആദ്യത്തെ ഇനീഷ്യൽ സ്പീഡ് എത്രയാ? 54 km/h. നമ്മൾ ഈ km/h m/s ആക്കില്ലേ? എങ്ങനെയാ? 54 × 5 / 18 അല്ലേ? m/s ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 54ഉം 18ഉം കട്ട് ചെയ്താൽ 3 എന്ന് വരും അല്ലേ? സോ 3 × 5 15 m/s. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി. ബ്രോട്ട് ടു റെസ്റ്റ് ആയതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി 0. അതിനു വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് 90 സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര എന്നാണ് ചോദ്യം അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര? അപ്പോൾ നമുക്ക് ആദ്യം ആക്സിലറേഷൻ കാണണം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v-u/t അല്ലേ? v-u/t. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു v എന്ന് പറയുമ്പോൾ 0 മൈനസ് u എന്ന് പറയുന്നത് 15 / 90 -15 / 90. അപ്പോൾ 15 / 90 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടൈംസ് ഉണ്ടാകും? -15 / 90 എന്ന് പറഞ്ഞാൽ 15 2 ടൈംസ് വരുമ്പോൾ 30, ഇപ്പോൾ 6 അല്ലേ? സോ -1/6 ഇതായിരിക്കും ആക്സിലറേഷൻ. ശരിയല്ലേ? -1/6. ഇനി നമ്മളോട് ചോദിച്ചത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എടുക്കുമ്പോൾ v² = u² + 2as എന്ന് കൊടുക്കാം അല്ലേ? അതിൽ v² 0 ആണ്. u² എന്ന് പറയുമ്പോൾ 15² -2 × 1/6 × s. ആ -1/6 ആയതുകൊണ്ടാണ് നമുക്കിവിടെ മൈനസ് വന്നതില്ലേ? മൈനസ്. അപ്പോൾ അത് ഈ 2ഉം 1/6ഉം കട്ട് ചെയ്താൽ എന്ത് വരും? 1/3 എന്ന് വരും. അത് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ s/3 അല്ലേ? s / 3 ഈസ് ഈക്വൽ ടു 15² എന്ന് പറയുമ്പോൾ 225 അല്ലേ? 225. അപ്പോൾ എസ് എത്ര? എസ് എന്ന് പറയുന്നത് 3 × 225. ഇതായിരിക്കും ആൻസർ. അപ്പോൾ ഇത് നല്ലൊരു പ്രോബ്ലമാണ്. കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളൊരു പ്രോബ്ലമാണ്. കാരണം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഐഡിയ പല കുട്ടികളും ആദ്യം ചിന്തിക്കില്ല. അവരാദ്യം എന്ത് ചെയ്യും? ഈ തന്നിരിക്കുന്നത് മാത്രം വെച്ചിട്ട് എസിൻ്റെ ഇക്വേഷൻ നോക്കിയിരിക്കും. ഇത് മാത്രം ഉപയോഗിച്ച് നിങ്ങൾ നേരെ എസ് കാണാൻ പോയാൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ആക്സിലറേറ്റഡ് മോഷൻ്റെ ഏത് പ്രോബ്ലം ചെയ്യണമെങ്കിലും നമുക്ക് ആദ്യം എന്ത് നിർബന്ധമാണ്? ആക്സിലറേഷൻ നിർബന്ധമാണ്. അപ്പോൾ ആക്സിലറേഷൻ കാണാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനാണ് പറഞ്ഞത്. ഓക്കെ, ബട്ട് ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ എന്ത് കൂടിയേ തീരും മക്കളെ? ആക്സിലറേഷൻ കൂടിയേ തീരൂ. അപ്പോൾ ആക്സിലറേഷൻ കാണാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റകൾ ആദ്യം ഉപയോഗിക്കാം. അങ്ങനെ ആക്സിലറേഷൻ കണ്ടിട്ട് നമ്മൾ പിന്നെ നിങ്ങൾക്ക് വേണേൽ ഇതിൽ തന്നെ ഇടണമെന്നില്ല കേട്ടോ. അപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാ സാറേ ഈ ഇക്വേഷൻ എടുത്തത്? s = ut + ½ എടുത്തൂടെ? ഡൺ, അതിലും എടുക്കാം. അത് എടുക്കണമെങ്കിൽ അവിടെ എസിൻ്റെ ആവശ്യം, എന്റെ ആവശ്യം ഉണ്ടല്ലേ? s = നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയും ചെയ്യാം. s = ut + ½ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതേ ആൻസറാണ് കിട്ടുക. ആൻസറിന് ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ എന്ത് ആവശ്യമുണ്ട്? എ ആവശ്യമുണ്ട്. അപ്പോൾ എ കണ്ടാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A ball is thrown vertically upwards with a velocity of 20 m/s from the top of a building. ഓക്കെ, ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ വെച്ചിട്ട്, ഞാൻ അടുത്തൊരു പേജിലേക്ക് മാറ്റി വരയ്ക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ശ്രദ്ധിക്കണം. ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് ഒരു സ്റ്റോണിനെ അവിടുന്ന് മേലോട്ടേക്ക് എറിയുകയാണ്. ശരിക്കും ക്വസ്റ്റ്യൻ വായിക്കണേ. A ball is thrown vertically upwards, ഓക്കെ, വിത്ത് എ വെലോസിറ്റി ഓഫ് 20 m/s. അപ്പോൾ ഇത് മുകളിലേക്ക് എറിഞ്ഞ വെലോസിറ്റിയാണ് 20 m/s. ഓക്കെ, ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് എറിയുന്നത്. The height of the point from where the ball is thrown is 25 meter from the ground. ആ ബോൾ എറിഞ്ഞ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റ് അത് ഗ്രൗണ്ടിൽ നിന്നും 25 മീറ്റർ ഉയരത്തിലാണ്. അതായത് ആ ബിൽഡിങ്ങിന്റെ ടോപ്പ് കിടക്കുന്നത് 25 മീറ്റർ ഉയരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ഹൈ വിൽ ദ ബോൾ റൈസ്? അങ്ങനെയാണെങ്കിൽ ഈ കല്ല് ഇങ്ങനെ പോയി എത്ര ഹൈറ്റ് വരെ പൊങ്ങാം? അപ്പോൾ നമുക്ക് ആദ്യം ഈ ദൂരം ഒന്ന് കാണാം.
ഈ ദൂരം കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം? എത്ര ഹൈറ്റ് വരെ എന്ന് ചോദിച്ചാൽ ഏറ്റവും മുകളിലെത്തുമ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g ആണ്. നിങ്ങൾക്കതിനെ -10 ആക്കി എടുക്കാം. 9.8 ആണ്, പക്ഷേ 10 ആക്കി എടുക്കാം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി u അറിയാം, ഫൈനൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ അറിയാം. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v² = u² + 2as അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 = 20² - 2 × 10 × s. ചില കുട്ടികളൊക്കെ ഇവിടെ ശ്രദ്ധിക്കുക, ഒന്ന് തെറ്റിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ചില കുട്ടികളൊക്കെ ഈ 2as കാണുന്നിടത്ത് കൊണ്ടുപോയിട്ട് ഈ 25 കൊടുത്തു കളയും. സാറേ എസ് അല്ലേ, ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റിന് 25 മീറ്റർ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. മക്കളെ നല്ലോണം ശ്രദ്ധിക്കണേ. നമ്മളിപ്പോൾ ഈ കല്ലെറിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്ക് കല്ലെറിഞ്ഞതിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ഇവിടുന്ന് ഇവിടത്തേക്ക് കല്ലെറിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ അല്ലേ നമ്മൾ യുവും വിയും എയും ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള എസ് അല്ലേ നമുക്ക് ഈ ഇക്വേഷനിൽ കാണുക. ഇത് മക്കൾ നല്ലോണം പഠിക്കണം. പലപ്പോഴും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻസ് ഒക്കെ അറിയാമായിരിക്കും, പക്ഷേ എന്താണ് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പല കുട്ടികൾക്കും കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ പലരും തെറ്റിക്കുന്ന ഒരു പോയിന്റ് എന്നോട് പറയാണ്, ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ എസ് കാണുന്നിടത്ത് കൊണ്ടുപോയിട്ട് ഈ 25 മീറ്റർ എന്ന് കൊടുത്തു കളയും. മക്കളെ അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മളിപ്പോൾ ചെയ്തത് ഈ 25 ഒക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ ചെയ്തത് ഈ ഒരു പോർഷനാണ് നമ്മൾ ആൻസർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ പോർഷനിൽ ഈ ഒരു ഭാഗത്ത് ആ ഒരു ഭാഗത്ത് വരും ഈ 25 മീറ്റർ ഇതിനെ ബാധിക്കാത്ത സാധനമാണ്. 25 മീറ്റർ വേറെന്തോ ഒരു ദൂരം, അതുകൊണ്ട് ഇവിടെ കൊടുക്കരുത്. ഇവിടെ നമുക്ക് ഈ ദൂരം എത്ര എന്നാണ് നമുക്ക് ഇപ്പോൾ കാണണ്ടേ. ഈ ദൂരത്തെക്കുറിച്ചാണ് നമ്മളെ സംസാരം. ഈ ദൂരം എസ് എത്ര, അത് 25 ആണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. സോ ഈ -2 × 10 ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി മാറി മക്കളെ? 20s = 20². ഒരു 20 കട്ട് ചെയ്താൽ s = 20 മീറ്റർ. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? ഇവിടുന്ന് മുകളിലേക്കുള്ള s നമുക്ക് കിട്ടി 20 മീറ്റർ. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എത്രയാടാ? എത്ര ഹൈറ്റ് വരെ പോകുമെന്നല്ലേ ചോദ്യം. എത്ര ഹൈറ്റ് വരെ എന്ന് ചോദിച്ചാൽ 25 ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ 20യും കൂടെ, അപ്പോൾ ആകെ 45 മീറ്റർ ഹൈറ്റ് വരെ ആ കല്ല് പൊന്തിപ്പോകും. എങ്ങനെയുണ്ട്? അടിപൊളി ക്വസ്റ്റൻ അല്ലേ? അടിപൊളി ക്വസ്റ്റൻ അല്ലേ? തീർന്നില്ലടാ. ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ അതിങ്ങനെ മേലെ പോയി താഴത്തേക്ക് വീഴൂല ഇനി അല്ലേ? ഈ ബോൾ ഇങ്ങനെ മേലെ പോയാൽ ഇനി ഇതിങ്ങനെ താഴോട്ടേക്ക് ചിലപ്പോൾ നിലത്തേക്കായിരിക്കും വീഴുക. നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ അറ്റത്തുനിന്ന് എറിഞ്ഞെന്ന് വിചാരിച്ചോ, ഒരു ബിൽഡിങ്ങിൻ്റെ അറ്റത്ത് പോയി നിന്നിട്ട് നമ്മൾ എറിഞ്ഞതാ. അപ്പോൾ അതിങ്ങനെ മേലെ പോയാൽ പിന്നെ തിരിച്ച് വീഴുക ചിലപ്പം നിലത്തേക്കായിരിക്കും, ഗ്രൗണ്ടിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ആകെ എത്ര സമയമെടുത്തു എന്നാണ് അടുത്ത ചോദ്യം. ആകെ എത്ര സമയമെടുത്തു? ടൈം എത്ര? ടൈം കാണുമ്പോൾ ഇവിടെ ഷോർട്ട് കട്ടിൽ ചെയ്യുന്നൊരു മെത്തേഡ് നിങ്ങളെ പഠിപ്പിക്കാം. ചിലർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ടൈമല്ലേ സാറേ കാണേണ്ടതാക്കുക, ടൈമാടാ കാണേണ്ടത്. എന്ത് ചെയ്യുക? ചിലർ ഇവിടുന്നല്ലേ തുടങ്ങിയത്, അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് പോയി ആദ്യം അതിനൊരു സമയം കണ്ടുപിടിച്ചു. പിന്നെ അത് ഇവിടുന്ന് ഇവിടത്തേക്ക് വന്നു, അതിനൊരു സമയം കണ്ടുപിടിച്ചു. പിന്നെ അത് ഇവിടുന്ന് ഇവിടത്തേക്ക് വന്നു. അങ്ങനെ സമയം എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇവിടെ പോയി, ഇവിടുന്ന് ഇവിടെ പോയി, ഇവിടുന്ന് ഇവിടെ വന്ന്, അങ്ങനെ 3 സമയം കണ്ടുപിടിച്ച് കൂട്ടും. അങ്ങനെ ചെയ്തോ, തെറ്റൊന്നുമില്ല, ആൻസറൊക്കെ കിട്ടും. പക്ഷേ എളുപ്പത്തിൽ അങ്ങ് ചെയ്തു തരാം, വളരെ എളുപ്പത്തിൽ. ചോദിക്കട്ടെ, ഈ സ്റ്റോണിനുണ്ടായ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഈ സ്റ്റോണിനുണ്ടായ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിന്റെ കോൺസെപ്റ്റ് മക്കൾക്ക് ഓർമ്മയില്ലേ? ഇവിടെ നല്ലടാ തുടങ്ങിയത്, ഇവിടെ അല്ലേ അവസാനിച്ചത്. നമ്മൾ ഈ ദൂരം മാത്രം എടുത്താൽ പോരെ. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടുന്ന് തുടങ്ങി എവിടെ അവസാനം? പോയ വഴി മൊത്തം അളക്കേണ്ട കാര്യമില്ലല്ലോ. പോയ വഴി മൊത്തം അളക്കേണ്ട കാര്യമില്ല. ഇവിടുന്നാണ് തുടങ്ങിയത്, ഇവിടെയാണ് അവസാനിച്ചത്. അത് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 25 ആയിരിക്കില്ലേ? ബട്ട് അത് ഓപ്പോസിറ്റ് വന്നതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു -25 മീറ്റർ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. നമ്മളോട് ചോദിച്ച ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ടൈം അല്ലേ ചോദ്യം? ടോട്ടൽ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ടൈം കാണാൻ ഞാൻ ഇക്വേഷൻ എഴുതുന്നു. s = ut + ½ at². ആ എസിന്റെ സ്ഥാനത്ത് കൊടുക്കുന്നു -25 is equal to അല്ലേ? -25. യു എത്രയായിരുന്നു? 20. സോ 20t -½ × 10 × t². ഇത് എത്രയായി? -25 is equal to 20t. ഹാഫും 10ഉം കട്ട് ചെയ്താൽ -5t². ഇതെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 5t² -20t -25 is equal to 0. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 5 ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? t² -40
മൈനസ് ഇത് 25 അല്ലേ അല്ലേ -25 -5 ഈസ് ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ. ഇതിനെ സൊല്യൂഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചതാണ് ടി ഈസ് ഈക്വൽ ടു -b ± റൂട്ട് ഓഫ് b² - 4ac ഡിവൈഡഡ് ബൈ 2. ഇതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ അല്ലേ. റൂട്ട് ഓഫ് ദ ഫോർമുല എന്ന് പറയുന്നത് ഇതായിരിക്കുമല്ലോ. സോ -b എന്ന് പറയുമ്പോൾ -4ൻ്റെ -4 ± റൂട്ട് ഓഫ് b² 16 -4 × 1 × -5 +20 ഡിവൈഡഡ് ബൈ 2a2. So 4 ± root of 36 6/2 4 + 6 10/2 or 4 - 6 -2/2. ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല, അതുകൊണ്ട് നെഗറ്റീവ് നോക്കേണ്ട ആവശ്യമില്ല. 10/2. സോ ടൈം ഇസ് ഈക്വൽ ടു 5 സെക്കൻഡ്. അടിപൊളി. കണ്ടോ മക്കളെ, ഇതാണ് ഇത് നേരെ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എടുത്തിട്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടൈം നമുക്ക് ഇങ്ങനെ കാണാം. ഇനി അതല്ല, ഒരാൾക്ക് ഇതിനെ 3 കഷ്ണമാക്കി സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണോ ചെയ്തോ ഒരു കുഴപ്പമില്ല, അങ്ങനെ ആയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ വേഗം നമ്മൾ പോവാണ്. 1-2 ക്വസ്റ്റ്യൻ കൂടെ പെട്ടെന്ന് നോക്കാം. സമയം ഇതാ ലെങ്തി ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്കും ഒരു സംശയം ഉണ്ടാവും. ലെങ്തി ഒന്നും ആവുന്നില്ല, നിങ്ങൾ പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികളല്ലേ, നിങ്ങൾക്ക് ലെങ്ത് ഒന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ. മറ്റന്നാൾ നമുക്ക് എക്സാം അല്ലേ, നമുക്ക് പൊളിക്കണടാ. യെസ്, നോക്കിക്കോളെ. The position time graph of 2 objects A and B are shown below. Which body has greater velocity? XT ഗ്രാഫിന്റെ സ്ലോപ്പ് അല്ലേ കാണേണ്ടത്. ആംഗിൾ തന്നാൽ സ്ലോപ്പ് കാണുന്നത് tan θ എന്നറിയാലോ അല്ലേ. സ്ലോപ്പ് ഓഫ് XT ഈക്വൽ ടു വെലോസിറ്റി ഈക്വൽ ടു tan θ. സോ വെലോസിറ്റി ഓഫ് എ, ഈ വെലോസിറ്റി കാണണമെങ്കിൽ വെലോസിറ്റി എ tan 60, കാരണം അത് നിൽക്കുന്നത് 60 ഡിഗ്രിയിലാണ്. tan 60 എന്ന് പറഞ്ഞാൽ √3 m/s. വെലോസിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ tan 30. tan 30 എന്ന് പറഞ്ഞാൽ 1/√3 m/s. അപ്പോൾ ആർക്കാ വെലോസിറ്റി കൂടുതൽ? വെലോസിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് ബി. വെരി ക്ലിയർ. സ്ലോപ്പ് അവിടെയാണ് കൂടുതൽ, സ്ലോപ്പ് കൂടിയ വെലോസിറ്റി കൂടും. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി. അപ്പോൾ എന്താ കിട്ടുക? വെലോസിറ്റി എ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു √3 / 1/√3, ദാറ്റ് ഈസ് ഈക്വൽ ടു 3:1. √3 കൂടെ അങ്ങ് മേലെ പോകും. √3 × √3 3 ആയി മാറും. സോ 3:1. ക്ലിയർ ആണടാ? പ്രോബ്ലം ആണേ, മക്കളൊന്ന് ശ്രദ്ധിക്കണേ. ന്യൂമറിക്കൽസ് ആണ്. നമ്മൾ സാധാരണ തിയറി പഠിക്കുന്ന പോലെ അത്ര ഈസി ആയിരിക്കില്ല. ബട്ട് ന്യൂമറിക്കൽസ് പഠിച്ചാൽ പറഞ്ഞ 10 to 12 മാർക്ക് വരെ ന്യൂമറിക്കൽസ് ആണ് നമുക്ക് വരിക. ഏതാ ചോദിക്കാൻ നമുക്ക് ഒരു ഉറപ്പുമില്ല. അപ്പോൾ മക്കൾ ഇതൊക്കെ നോക്കി പോവുക. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇത് തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ആംഗുലാർ വെലോസിറ്റീസ് ഓഫ് മിനിറ്റ് ആൻഡ് സെക്കൻഡ് ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിൽ നമുക്കറിയാം മിനിറ്റ് സൂചിയുണ്ട്, മണിക്കൂർ സൂചിയുണ്ട്, സെക്കൻഡ് കാണിക്കുന്ന ഒരു സൂചിയുണ്ട് അല്ലേ. 3 നീഡിൽസ് ഉണ്ടാവാം. ഈ കാണുന്നത് സെക്കൻഡ് കാണിക്കുന്ന നീഡിൽ, സെക്കൻഡ് ഹാൻഡ്. ഓക്കെ, ഇത് കാണിക്കുന്നത് മിനിറ്റ് കാണിക്കുന്ന സൂചി. ഇത് മണിക്കൂർ കാണിക്കുന്ന സൂചി അല്ലേ, അവർ ഹാൻഡ്. 3 സൂചി ഉണ്ടാവും. നമ്മൾ ചോദിച്ചിരിക്കുന്നത് മിനിറ്റ് ഹാൻഡും സെക്കൻഡ് ഹാൻഡും, മിനിറ്റ് ആൻഡ് സെക്കൻഡ് ഹാൻഡിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞാൽ θ/t എന്ന ഇക്വേഷൻ. ഒമേഗ കാണുന്ന ഫോർമുല എന്താ? θ/t. നമ്മൾ 1 റൊട്ടേഷൻ കൺസിഡർ ചെയ്യാം. 1 റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ θ is equal to 2π ആണ് എന്ന് എല്ലാവർക്കും അറിയാലോ. 360 ഡിഗ്രി അല്ല, നമുക്ക് റേഡിയൻ ആണ് യൂണിറ്റ്. സോ 2π റേഡിയൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എടുക്കുന്നു മിനിറ്റ് ഹാൻഡ്. മക്കൾ പറ, ഇപ്പോൾ നിങ്ങളൊന്ന് വാച്ചിലേക്ക് നോക്കിയേ. നിങ്ങളുടെ കയ്യിൽ വാച്ച് ഉണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള വാച്ചിൽ അല്ലെങ്കിൽ ക്ലോക്കിലേക്ക് നോക്കിയേ. മിനിറ്റ് ഹാൻഡ് ഇപ്പം നിൽക്കുന്നത് സപ്പോസ് 10 മണിയാണെന്ന് വിചാരിച്ചോ. 10 മണിയാണെങ്കിൽ നമ്മൾ മിനിറ്റ് ഹാൻഡ് നിൽക്കുന്നുണ്ടാവുക 12 എന്ന നമ്പറിൻ്റെ അവിടെയാണ് അല്ലേ. അത് ഇനി കറങ്ങി വീണ്ടും 12 ആകുമ്പോഴേക്ക് 11 മണിയായിട്ടുണ്ടാവില്ലേ അല്ലേ. അതല്ലേ ഒരു കറക്കത്തിന് അപ്പം എത്ര സമയം വേണം? ഒരു കറക്കത്തിന് വേണ്ട സമയമാണ് 1 മണിക്കൂർ, അതായത് 60 മിനിറ്റ്, അതായത് 60 × 60 സെക്കൻഡ്. ശരിയല്ലടാ? അപ്പോൾ ഒമേഗ എത്രയാ? ഒമേഗ is equal to 2π ഡിവൈഡഡ് ബൈ 60 × 60. ഇതാണ് മിനിറ്റ് ഹാൻഡ്. ഇനി സെക്കൻഡ് ഹാൻഡ് ഹാൻഡിനും ഒമേഗ is equal to θ/t. ഒരു റൊട്ടേഷൻ എടുത്തു, θ 2π/t. എത്ര? സെക്കൻഡ് ഹാൻഡ് ഒരു തവണ കറങ്ങി വരാൻ 60 സെക്കൻഡ് പോരെ. സെക്കൻഡ് സൂചിയിൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 60 സെക്കൻഡ് കൊണ്ട് ഒരു കറക്കം കഴിയും. സോ 2π/60. അപ്പോൾ ഇത് റേഡിയൻ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് എന്ന് മറന്നു വരുത്. റേഡിയൻ പെർ സെക്കൻഡ് നമുക്ക് ഇവിടെയും കൊടുക്കാം.
കേട്ടോ. ഓക്കെ നിർത്താനായോ? ഇത് ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ പറയാം അല്ലേ? ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ? ഒറ്റ ക്വസ്റ്റ്യൻ. എ ബോൾ ട്രാപ്ഡ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 10 cm. സോ r equal to 10 cm. Moves steadily and completes 10 revolutions in 100 seconds. Okay, 100 second എത്രയാ? 10 revolution. 100 second 10 revolution. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ടോ? ഒരു സെക്കൻഡ് കൊണ്ട് 10/100 revolution അല്ലേ? revolution. അതായത് 1/10 revolution. അതാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡിൽ 1/10 റെവല്യൂഷൻ. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കിട്ടി. ഫ്രീക്വൻസി ഈക്വൽ ടു 1/10 റെവല്യൂഷൻ. ഓക്കെ വാട്ട് ഈസ് ദ ആംഗുലാർ വെലോസിറ്റി? യെസ്, ആംഗുലാർ വെലോസിറ്റി കാണുന്ന ഒരു ഫോർമുലയായിരുന്നു ഒമേഗ ഇസ് ഈക്വൽ ടു 2πf. ഒമേഗയ്ക്ക് രണ്ട് ഫോർമുലയാണ്, ഒന്നുകിൽ θ/t അല്ലെങ്കിൽ 2πf, മറ്റൊന്ന് v/r. അങ്ങനെ ഒമേഗയ്ക്ക് പല ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് ഒമേഗ ഇസ് ഈക്വൽ ടു θ/t, ഒമേഗ ഇസ് ഈക്വൽ ടു 2πf, ഒമേഗ ഇസ് ഈക്വൽ ടു v/r. ഇതെല്ലാം പഠിച്ചു നോക്കണേ. ഏതാണ് എടുത്ത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പം എടുത്ത് ഉപയോഗിച്ചോളണം. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 2πf, 2π × 1/10. ബാക്കി മക്കൾ ചെയ്യട്ടാ, ബാക്കി മക്കൾ ചെയ്യണേ. അത്രയും റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ലിനിയർ വെലോസിറ്റി? ഇവിടെ നമ്മൾ കണ്ടു ഒമേഗ ഇസ് ഈക്വൽ ടു v/r അല്ലേ? അങ്ങനെയാണെങ്കിൽ v എന്താ? v ഇസ് ഈക്വൽ ടു r ഒമേഗ. r എത്രയാണ്? 10 cm. സോ 0.1 ഇൻറ്റു ഒമേഗ 2π × 1/10. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മീറ്റർ പെർ സെക്കൻഡ്, അതായിരിക്കും v. ഈസ് ആക്സിലറേഷൻ വെക്റ്റർ കോൺസ്റ്റന്റ് വെക്റ്റർ? അല്ല, ആക്സിലറേഷൻ വെക്റ്റർ എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും, ടുവാർഡ്സ് സെന്റർ ഡയറക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ മാറുന്നത് കൊണ്ട് അത് കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, അത്യാവശ്യം വലുതായി പോയടാ. എത്ര വലുതിൽ? ഒരു വലുതുമില്ല. നിങ്ങളൊക്കെ പഠിക്കുന്ന മക്കളാണ്. സോ തൽക്കാലം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ പ്രോബ്ലംസ് എന്തായാലും ചെയ്ത് പഠിക്കുക. എല്ലാ ചാപ്റ്ററും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ആദ്യത്തെ ഒരു 3-4 ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. മക്കൾ നല്ലോണം നോക്കുക. ഈ പ്രോബ്ലംസ് വരും എന്ന് പ്രതീക്ഷിക്കുക. ഇനിയും ചാപ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് സമയം പോലെ ബാക്കി കൊണ്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് നിങ്ങൾ വേഗം കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കിയിട്ട് ബാക്കി കൊണ്ട് ചെയ്യാം കേട്ടല്ലോ. സോ ഓക്കെ, ബൈ.